അപ്പോൾ ഭയങ്കര കോൺഫിഡൻറ്റോടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? 25 പേരിൽ വന്ന് നിൽക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യും? അത് പട്ടുമാല പോലൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു ദേവികയ്ക്ക്? ഭയങ്കര സന്തോഷമുണ്ട്. 25 പേരിൽ ഇത്ര പേര് പരിപാടിയിൽ വന്നിട്ട് ഓഡിഷൻ വന്നിട്ട് 25 പേരിൽ ഒരാളാവാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫൈനൽ ഓഡീഷനാണ്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതെ. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് പാടാൻ പറ്റിയിട്ട് എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദേവിക സുനീഷ് അല്ലേ? അതെ. ഫ്രം എറണാകുളം. എറണാകുളം. മക്കൾ എന്ത് മക്കളെ? ഞാനിപ്പോൾ +2 പഠിക്കുന്നു. +2. ഏതാ? കൊമേഴ്സ്. കൊമേഴ്സ്. ഓക്കെ, റൈറ്റ്. വീട്ടിൽ അച്ഛ, അമ്മ, അച്ഛമ്മ, പട്ടിക്കുഞ്ഞ്. ആര്? എന്ത് കുഞ്ഞ്? പട്ടിക്കുഞ്ഞ്. പേരുണ്ടോ? ഹണി. ഹണി. യെസ്, പേരിരിക്കട്ടെ. അത് പേര് പറഞ്ഞതിനെ വിളിക്കണം, കുഴപ്പമില്ല. അതും ഈ കോവിഡ് സമയത്തൊക്കെ ഈ ഭക്ഷണം കിട്ടാതെ അലഞ്ഞ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. അതിനെ അവരെ നമ്മൾ സംരക്ഷിച്ച ഒരു മഹത് ചരിതമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പേര് പറയാം, കുഴപ്പമില്ല. അപ്പോൾ മക്കൾ, അമ്മ, അച്ഛൻ ജോലി? അച്ഛൻ ഭാരത് ഗ്യാസിൽ വർക്ക് ചെയ്യുന്നു. അവിടെ തന്നെ എറണാകുളം. മറ്റേ അമ്പലമേട്. അമ്പലമേട്. അതെ. പിന്നെ മക്കൾ ഏതാ പാടാൻ പോകുന്നത്? ആദ്യത്തേത് ഒരു ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് പറഞ്ഞിട്ട് കണ്ണോട് കണ്ണോരം എന്ന് പറയുന്ന പാട്ട്. മോൾക്കും തോന്നി? നന്നായിട്ട് പാടി. പഠിച്ച പാട്ട് മോള് നന്നായി പാടി തോന്നിയില്ലേ? നന്നായിട്ട് കേട്ടോ, അടിപൊളി. കറക്റ്റ്, ഉഗ്രനായിരുന്നു. പിന്നെ ഇത് മെലഡി കൊള്ളാം. പക്ഷെ നമുക്ക് മാപ്പിള പാട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഹസൽ പാടുമോ? നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകിട്ടാൻ, നീയല്ലാതാരുണ്ടെന്നുടെ കുടിലിൽ ഒരു നാൾ കുടിവയ്ക്കാൻ, നീയല്ലാതാരുണ്ടെനിക്കു നിത്യം നിത്യം കത്തെഴുതാൻ, നീയല്ലാതാരുണ്ടെന്നുടെ നീലി പെണ്ണോടു കഥ പറയാൻ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ, ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. ഞാൻ വളർത്തിയ കൽബിലെ മോഹം പോത്തുപോലെ വളർന്നല്ലോ, ഞാൻ കാത്തു കാത്തു കുഴഞ്ഞല്ലോ. കത്തുമടക്കി തന്നില്ലല്ലോ, കടപ്പുറത്ത് വന്നില്ലല്ലോ. നീയല്ലാതാരുണ്ടെന്നുടെ പ്രണയപ്പുഴയിൽ ചിറകിട്ടാൻ, നീയല്ലാതാരുണ്ടെനിക്കു നിത്യം നിത്യം കത്തെഴുതാൻ. മ്യൂസിക് പഠിക്കുന്നുണ്ടോ മക്കള്? പഠിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം നിർത്തി വെച്ചേക്കാണ്. എന്താ നിർത്തിയത്? അത് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. അക്കാഡമിക്കലി ക്ലാസ് സാറിന് തിരക്കായതുകൊണ്ട് ക്ലാസ്. അപ്പം അതുകൊണ്ട് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം കേട്ടോ. വളരെ മനോഹരമായിട്ട് പാടുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു തുടർച്ച നഷ്ടപ്പെട്ടു പോകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ശബ്ദത്തിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ. അപ്പോൾ അതുകൊണ്ട് അത് കളയാണ്ട് സംഗീതവും നടക്കട്ടെ, പഠിത്തവും നടക്കട്ടെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ അടിപൊളിയല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? ഔട്ടാക്കണോ? എൻ്റെ മോള് പറയോ എന്താ വേണ്ടേ? ഇന്നാവണോ ഔട്ടാവണോ? ഇന്നാവണം. സംഗീതം പഠിക്കുമോ? അപ്പോൾ കണ്ണടച്ചിട്ടേ നേരെ അങ്ങോട്ട് നോക്കിയേ. ഇനി കണ്ണു തുറന്നേ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പം ഞങ്ങളുടെ യാത്രയിൽ, ഈ പ്രാവശ്യത്തെ യാത്രയിൽ, പട്ടുമാലിൻ്റെ യാത്രയിൽ ദേവിക സുനീഷും ഞങ്ങളോടൊപ്പം കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. നല്ല പാട്ടുകളൊക്കെ പാടി നമുക്ക് കുറച്ച് സുഖകരമായ യാത്രയാണ്. ഓക്കെ മക്കളെ? ഓക്കെ.